കുളത്തൂപ്പുഴ ആയിരനെല്ലൂർ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൽ നടത്തിയ ടാപ്പിംഗ് ജനറൽ വർക്ക് സൂപ്പർവൈസർ തസ്തികയിലെ നിയമനത്തിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തി. 2007 മാർച്ച് 5-നാണ് തസ്തികയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കമ്പനി പുറത്തിറക്കിയത്. 2008 ജൂലൈ 5-ന് പരീക്ഷ നടത്തി. തുടർന്ന് 2008 ഒക്ടോബർ 28-ന് നടത്തിയ ഇന്റർവ്യൂ പാസ്സായവർ 26 പേരാണ്. ഇവർക്കു ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 10 വേക്കൻസികളിൽ 10 പേരുടെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. സാധാരണ 10 വേക്കൻസികളുള്ളപ്പോൾ 15 പേരുടെ ലിസ്റ്റെങ്കിലും പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് വെളിപ്പെട്ടത്. ലിസ്റ്റിൽ 11ാം സ്ഥാനക്കാരിയായ രാജമലർ വിവരാവകാശ നിയമപ്രകാരം ജോലിക്ക് കയറിയവരുടെ സർട്ടിഫിക്കറ്റുകളുടെയും അവർ ഹാജരാക്കിയ രേഖകളുടെയും പകർപ്പ് ആവശ്യപ്പെട്ടു. അവ രാജമലറിന് ലഭിച്ചതോടെയാണ് ക്രമക്കേട് പുറത്തുവന്നത്. 10ാമതായി നിയമനം ലഭിക്കേണ്ട രാജമലറിന് പകരം 20/11/2008 വിരമിച്ച പാക്യനാഥനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയസ്സ് തെളിയിക്കുന്ന രേഖയ്ക്ക് വേണ്ടി പാക്യനാഥൻ തന്റെ പാസ്പോർട്ട് ഹാജരാക്കിയിരുന്നു. പാസ്പോർട്ടിലെ ജനനത്തീയതി 22/11/1950 എന്നാൽ ഇത് RPLന്റെ ലിസ്റ്റിൽ 1952 എന്ന് തിരുത്തിയിരിക്കുകയാണ്. ഈ നിയമനം അനധികൃതമാണെന്നാണ് കണ്ടെത്തിയത്. നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിൽ RPL MD അടക്കമുള്ള ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന് ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.